ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഗാർലിക് ചില്ലി ഫ്ലാറ്റ് ബ്രെഡ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു ഗാർലിക്. ആ ബട്ടർ ഫ്ലേവറും അതിൻ്റെ പുറം ഭാഗത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്ററും ഉള്ള ഒരു അടിപൊളി ബ്രെഡായിരിക്കും ഇത്. ഇത് നമ്മുടെ എല്ലാ ടൈപ്പ് കറീസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ജസ്റ്റ് ഹുമ്മൂസും മയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യം തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ഇത് ജസ്റ്റ് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്, ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആവാനായിട്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് വേണ്ട ആ ഒരു ഡ്രൈ മിക്സ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്, ആ ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലാ സ്ഥലത്തും എത്താനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് മാവിലോട്ടാണ് ചേർത്തേക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആദ്യം പ്രൂഫ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മൈക്രോവേവ് ചെയ്തെടുത്ത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മിക്സ് അത്യാവശ്യം ചൂടുണ്ട്. ഇതിലൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി തണുപ്പുള്ള തൈരായതുകൊണ്ട് തന്നെ ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് വേണ്ട ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ഇത് കിട്ടും. ഒരു വെറ്റ് മിക്സിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൈയിട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂട് ഫീൽ ചെയ്യണം, എന്നാൽ ഒത്തിരി അങ്ങോട്ട് ഓവർ ചൂട് ആവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ചൂട് അധികമായി കഴിഞ്ഞാൽ നമ്മൾ മാവ് വെന്ത് പോവും. എന്നാൽ ഒത്തിരി ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈസ്റ്റിന് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മിക്സ് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും എല്ലാ ഫ്ലവറും എല്ലാ ഡ്രൈ ആയിട്ടുള്ള പൊടിയും നനഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു കൗണ്ടർ ടോപ്പിൽ മാറ്റി കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇത്തിരി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഈസിയാവും. ഇതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് ജസ്റ്റ് കുഴച്ച് കൊടുക്കാം. ഒരുപാട് സമയം ചെയ്യേണ്ട, എന്നാലും ആ മാവ് എലാസ്റ്റിക്കായി ഒന്ന് റിലാക്സ് ആവും ഇവിടെയും ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 2 മിനിറ്റ് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെയും ഒക്കെ മാവിനേക്കാളും ഇത്തിരി കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഡോ ഇവിടെ റെഡിയായി. ഇനി ഇതിനെ നമ്മളൊന്ന് ഒരു ക്ലിംഗ് ഫിലിമോ മറ്റോ വെച്ചൊന്ന് കവർ ചെയ്ത് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഡോ ഡബിൾ ആവുന്നത് വരെ മാറ്റി വയ്ക്കാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൻ്റെ ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള എയറൊക്കെ കളഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഏത് സൈസിലുള്ള ഒരു പിറ്റ ബ്രെഡാണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്രെഡാണോ വേണ്ടത് ആ ഒരു സൈസ് വരുന്ന രീതിയിലുള്ള ബോൾസ് ആക്കി വെക്കാം. ഈ ഒരു മിനി സൈസിൽ ചെയ്യാനായിട്ട് ഈ ഒരു റെസിപ്പി വെച്ച് 6 പിറ്റ ബ്രെഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഏകദേശം 2 ആൾക്കാർക്ക് കഴിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മൈദ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഡോ ഉണ്ടാവുക. പക്ഷേ കുറച്ചും കൂടെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റോളിംഗ് പിൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല പതുക്കെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് ഇതിനൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സാധാരണ പൂരിനേക്കാളൊക്കെ ഇത്തിരി തിക്നെസ് കൂട്ടിയിട്ടാണ് ഇതിന് പരത്തി കൊടുക്കേണ്ടത്. മാത്രമല്ല നമ്മൾ ഇത് പരത്തിയതിന് ശേഷം ഇതിനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ടും വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി ആവശ്യമുള്ള തിക്നെസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള മുഴുവനും മൈദയും നമ്മൾ തട്ടി മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഏതാണ് ഈ ഒരു തിക്നെസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലുള്ള മുഴുവനും മൈദയും തട്ടി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് മാറ്റാണ്. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി കിട്ടാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മളിത് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡോയുടെ മുകൾ ഭാഗം ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഡോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാർലിക് ബട്ടർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി പേസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എത്രത്തോളം ഗാർലിക്കിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമുണ്ടോ അത്രയും അധികം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിന് ജസ്റ്റ് ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ
ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ മിക്സ് ചെയ്തതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂടിൽ ആ ഒരു ഗാർലിക്കൊക്കെ ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവസാനം നമ്മൾ ഒരു പിറ്റ ബ്രെഡിൻ്റെ മേൽ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിറ്റ ബ്രെഡ് നിങ്ങൾ കാണാം, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല ചൂടായിട്ടുള്ള പാനിൻ്റെ മുകളിലോട്ട് മാറ്റാണ്. ഈ സമയത്ത് നമ്മുടെ പാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ കാണാം നല്ല ബബിൾസ് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്ലാറ്റ് ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ കാണാൻ ചെറുതായിട്ട് നമ്മുടെ ഫ്ലാറ്റ് ബ്രെഡ് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൂരിയൊക്കെ പൊങ്ങുന്നത് പോലെ അത്രയും നല്ല പൊങ്ങി വരും ഈ ഒരു ബ്രെഡ്. ഓക്കെ, അപ്പോൾ അത് പൊങ്ങാത്ത സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ ജെൻറ്റലായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ല പൂരിയൊക്കെ പൊങ്ങിയതുപോലെ അത്രയും അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്കൊന്ന് 2-3 തവണയായിട്ട് എന്നെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ടേൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗാർലിക് ബട്ടർ സ്പ്രെഡ് ചെയ്യാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും സ്പ്രെഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒരു സൈഡിൽ മാത്രമേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന മല്ലിയില ചേർത്തു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ, ഡ്രൈഡ് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിതിനൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുത്തു. ആ സൈഡൊന്നും മുരിഞ്ഞ് കിട്ടും. മാത്രമല്ല ആ ഒരു ബട്ടറൊക്കെ കുറച്ച് നമ്മുടെ പാനിനാവുകയും ചെയ്യും അല്ലേ. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി ടേൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബട്ടർ നമ്മുടെ ബ്രെഡിൻ്റെ മറ്റേ സൈഡിലും കൂടെ എത്തും. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ ഒരു ഗാർലിക് ബട്ടർ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.